5ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളത്തിലെ കാണാക്കാഴ്ചകൾ എന്ന യൂണിറ്റിലെ ഭൂമി സനാഥയാണ് എന്ന കവിതയും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വയലാർ രാമവർമ്മ എഴുതിയ കവിതയാണ് ഭൂമി സനാഥയാണ്. ആദ്യം നമുക്ക് ആ കവിത കേൾക്കാം. ഭൂമി സനാഥയാണ്, വയലാർ രാമവർമ്മ. പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു, ആദിയിലാകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ, കാലത്തിൻ്റെ ശിരസ്സിലിരുന്നൊരു പീലിത്തിരുമുടി പോലെ, സ്വപ്നം കാണും തിരുമിഴികൾക്കൊരു സ്വാഗതഗാനവുമായി, നക്ഷത്രക്കതിർ നട്ടുവളർത്തിയൊരക്ഷയപാത്രവുമായി, പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നു, വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നു. അന്നു മനുഷ്യൻ തീർത്തു ഭൂമിയിലായിരമുജ്വല ശില്പങ്ങൾ, അളകാപുരികൾ, മധുരാപുരികൾ, കലയുടെ അമരാവതികൾ, അഷ്ടൈശ്വര്യ സമൃദ്ധികൾ ചൂടിയ നശ്വരയായി ഭൂമി, സങ്കൽപ്പത്തിനു ചിറകുകൾ കിട്ടി സനാഥയായി ഭൂമി. മണ്ണിലെ ജീവിത ഖനികളിൽ മുഴുവൻ പൊന്നു വിളഞ്ഞതു കാൺകേ, സൂര്യൻ കോപം കൊണ്ടു ജ്വലിച്ചു, ശുക്രനു കണ്ണു ചുവന്നു, ഭൂമിയെ ഒന്നു വലം വച്ചൊരു നാൾ പൂന്തിങ്കൾ കലപാടി, പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കലിവിടെ കൂടി, പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കലിവിടെ കൂടി. ഇനി നമുക്ക് കവിതയുടെ അർത്ഥം നോക്കാം. പ്രപഞ്ച ഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. പ്രപഞ്ചത്തിൻ്റെ ഗോപുരവാതിൽ തുറന്ന് പണ്ട് മനുഷ്യൻ വന്നു. പണ്ട് കാലത്ത് മനുഷ്യൻ ഉണ്ടായതിനെക്കുറിച്ച്, മനുഷ്യൻ ആദ്യമായി ഭൂമിയിൽ ഉണ്ടായതിനെക്കുറിച്ചാണ് പറയുന്നത്. ആദിയിൽ ആകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ, പണ്ടുകാലത്ത് ആകാശങ്ങളിൽ നിന്ന് വന്ന വലിയ ശബ്ദം പോലെയായിരുന്നു മനുഷ്യനുണ്ടായത്. വലിയ ശബ്ദത്തോടെയുള്ള ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. കാലത്തിൻ്റെ ശിരസിലിരുന്നൊരു പീലിത്തിരുമുടി പോലെ, മനുഷ്യനുണ്ടായത് കാലത്തിൻ്റെ ശിരസിൽ ഒരു പീലിത്തിരുമുടി, മുടിയിൽ ഒരു പീലി വെച്ചതുപോലെ, ഒരു പീലി കൊണ്ട് അലങ്കരിച്ചതുപോലെയായിരുന്നു. സ്വപ്നം കാണും തിരുമിഴികൾക്കൊരു സ്വാഗതഗാനവുമായി. മനുഷ്യൻ ഭൂമിയിൽ വന്നതോടുകൂടി ഭൂമിയിലെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായി. നക്ഷത്രക്കതിർ നട്ടുവളർത്തിയൊരക്ഷയപാത്രവുമായി, പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു. നക്ഷത്രക്കതിർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സൂര്യരശ്മികളെയാണ്. നക്ഷത്രക്കതിർ നട്ടുവളർത്തിയൊരു അക്ഷയപാത്രം. അക്ഷയപാത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിഭവങ്ങൾ തീരാത്ത പാത്രം എന്നാണ്. എന്താണ് സൂര്യരശ്മികൾ ഭൂമിയിൽ നൽകിയ അക്ഷയപാത്രം? അത് ഈ ഭൂമിയിലെ ജീവനാണ്, അല്ലെങ്കിൽ ജീവന്റെ നിലനിൽപ്പാണ്. സൂര്യരശ്മികൾ ഉള്ളതുകൊണ്ടാണല്ലോ ഭൂമിയിൽ ജീവൻ ഉണ്ടായത്. അത്തരം ഒരു അക്ഷയപാത്രവുമായിട്ടാണ് മനുഷ്യൻ പ്രപഞ്ചഗോപുരവാതിൽ തുറന്ന് വന്നത്. വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നു. മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത്
ഭൂമിയിൽ ഇന്നീ കാണുന്ന പലതും ഉണ്ടായിരുന്നില്ല. ഇത്രയും സമൃദ്ധമായിരുന്നില്ല അന്ന് ഭൂമി. അന്നു മനുഷ്യൻ തീർത്തു ഭൂമിയിൽ 1000 ഉജ്ജ്വല ശില്പങ്ങൾ, അളകാപുരികൾ, മധുരാപുരികൾ, കലയുടെ അമരാവതികൾ. പിന്നീട് മനുഷ്യൻ തൻ്റെ അധ്വാനം കൊണ്ട് ഭൂമിയെ സമൃദ്ധമാക്കി. സ്വർഗത്തിൽ കാണുന്ന പോലെയുള്ള സൗകര്യങ്ങൾ ഭൂമിയിലുണ്ടാക്കി. അമരാവതി ഇന്ദ്രൻ്റെ രാജധാനിയാണ്. അതുപോലെ അളകാപുരി രാവണൻ്റെ ജ്യേഷ്ഠ സഹോദരനായ കുബേരൻ്റെ രാജധാനിയാണ്. മധുരയോ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലമാണ്. അങ്ങനെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ കാണുന്ന സൗകര്യങ്ങൾ മനുഷ്യൻ ഭൂമിയിലുണ്ടാക്കി. അഷ്ടൈശ്വര്യ സമൃദ്ധികൾ ചൂടി അനശ്വരയായി ഭൂമി. സങ്കൽപ്പത്തിനു ചിറകുകൾ കിട്ടി സനാഥയായി ഭൂമി. മനുഷ്യൻ്റെ വരവോടെ ഭൂമിക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഉണ്ടായി. അങ്ങനെ ഭൂമി അനശ്വരയായി, ഒരിക്കലും നശിക്കാത്തതായി മാറി. ഭൂമിയുടെ സങ്കല്പത്തിന് അതോടുകൂടി ചിറകുകൾ കിട്ടി. സങ്കല്പങ്ങളെല്ലാം യാഥാർത്ഥ്യമായി. അങ്ങനെ ഭൂമി സനാഥയായി. ഭൂമിക്ക് ഒരു നാഥനുണ്ടായി. മണ്ണിലെ ജീവിത ഖനികളിൽ മുഴുവൻ പൊന്നു വിളഞ്ഞതു കാൺകെ സൂര്യൻ കോപം കൊണ്ടു ജ്വലിച്ചു, ശുക്രനു കണ്ണു ചുവന്നു. മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് മണ്ണിൽ, അതായത് ഭൂമിയിൽ സമൃദ്ധി ഉണ്ടായപ്പോൾ, ഐശ്വര്യമുണ്ടായപ്പോൾ, പൊന്നു വിളയുന്നത് പോലെയുള്ള ഐശ്വര്യമുണ്ടായപ്പോൾ സൂര്യനും ശുക്രനും അടക്കമുള്ള ആകാശഗോളങ്ങൾക്ക് വരെ ദേഷ്യം വന്നു. അവർക്ക് അസൂയ തോന്നി. ഭൂമിയോട് അവർക്ക് അസൂയ തോന്നി. ഭൂമിയെയൊന്നു വലം വെച്ചൊരു നാൾ പൂന്തിങ്കൾ കല പാടി, പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കലിവിടെ കൂടി. ഭൂമിയെ വലം വയ്ക്കുന്ന പൂന്തിങ്കൾ കല പാടി. ആരാണ് ഭൂമിയെ വലം വയ്ക്കുന്ന പൂന്തിങ്കൾ കല? തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണെന്ന് എൻ്റെ വിദ്യാലയം എന്ന കവിതയിൽ നമ്മൾ പഠിച്ചു. ഭൂമിയെ വലം വയ്ക്കുന്ന തിങ്കൾ കല പറയുകയാണ്, ചന്ദ്രൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കൽ ഇവിടെ കൂടി. ഭൂമിദേവി മനുഷ്യനെ ഇങ്ങോട്ട് കൂടി, ചന്ദ്രൻ്റെ അടുത്തേക്ക് കൂടി പറഞ്ഞയക്കുക. എന്തിനാണ് ചന്ദ്രൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്? മനുഷ്യനെ ചന്ദ്രനിലേക്ക് പറഞ്ഞയക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഭൂമിയിലുണ്ടായ ഈ ഐശ്വര്യങ്ങളും ഈ സമൃദ്ധിയും ചന്ദ്രനിൽ കൂടി കിട്ടാൻ വേണ്ടിയാണ്, തനിക്കു കൂടി കിട്ടാൻ വേണ്ടിയാണ് മനുഷ്യനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ പൂന്തിങ്കൾ കല പറയുന്നത്. ഇനി ചില ചോദ്യങ്ങൾ നോക്കൂ. പ്രപഞ്ച ഗോപുരവാതിൽ തുറന്നു വന്നത് ആരാണ്? മനുഷ്യൻ. മനുഷ്യൻ കടന്നു വന്നപ്പോൾ വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നതാര്? വിശ്വപ്രകൃതി. വിശ്വപ്രകൃതി എന്ന് വെച്ചാൽ ഭൂമി. ഭൂമിയിൽ മനുഷ്യൻ കടന്നു വരുന്നത് വരെ ഭൂമിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അനാഥയായിരുന്ന ഭൂമി മനുഷ്യൻ വന്നതോടെ എങ്ങനെയായി തീർന്നു? ഭൂമി സനാഥയായി. ഭൂമിക്കൊരു നാഥനുണ്ടായി. സൂര്യൻ കോപം കൊണ്ട് ജ്വലിച്ചത് എന്തുകൊണ്ടാണ്? മണ്ണിൽ പൊന്നു വിളഞ്ഞതു കണ്ട്. അതായത് ഭൂമിയിൽ ഐശ്വര്യവും സമൃദ്ധിയും വന്നതുകണ്ടാണ് സൂര്യൻ കോപം കൊണ്ട് ജ്വലിച്ചത്. പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കൽ ഇവിടെ കൂടി എന്ന് പറഞ്ഞതാരാണ്? പൂന്തിങ്കൾ കലയാണ്. ചന്ദ്രനാണ് മനുഷ്യനെ ഒരിക്കൽ ഇവിടെ കൂടി, ചന്ദ്രനിൽ കൂടി പറഞ്ഞയക്കുക എന്ന് ഭൂമിയോട് പറഞ്ഞത്. പ്രപഞ്ച ഗോപുരവാതിൽ തുറന്നു പണ്ട് മനുഷ്യൻ വന്നു. ഗോപുരവാതിൽ തുറന്നു വന്ന മനുഷ്യൻ എങ്ങനെയൊക്കെ വന്നതായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത്? കണ്ടെത്തുക. ആദിയിൽ ആകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ, കാലത്തിൻ്റെ ശിരസിലിരുന്നൊരു പീലിത്തിരുമുടി പോലെ, സ്വപ്നം കാണും തിരുമിഴികൾക്കൊരു സ്വാഗതഗാനവുമായി, നക്ഷത്രക്കതിർ നട്ടുവളർത്തിയൊരക്ഷയപാത്രവുമായി, പ്രപഞ്ച ഗോപുര വാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചമുണ്ടായത് മഹാവിസ്ഫോടനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ശബ്ദത്തോടെയാണ്. പ്രപഞ്ചത്തിൻ്റെ പിറവി പോലെ കാലത്തിൻ്റെ തലമുടിക്കെട്ടിൽ മയിൽപ്പീലി ചാർത്തുന്നതായിരുന്നു മനുഷ്യൻ്റെ പിറവിയും. മനുഷ്യൻ പ്രപഞ്ചത്തിലേക്ക് വന്നതോടെ അതുവരെ അനാഥയായി കിടന്ന ഭൂമിയുടെ സ്വപ്നങ്ങളെല്ലാം സഫലമായി. സൂര്യൻ എന്ന നക്ഷത്രം നൽകിയ ഒരിക്കലും തീരാത്ത വിഭവങ്ങളുള്ള അക്ഷയപാത്രവുമായാണ്
മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത്. സൂര്യരശ്മികളാണല്ലോ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരം. സങ്കല്പത്തിന് ചിറകുകൾ കിട്ടി സനാഥയായി ഭൂമി. ഭൂമിയിൽ മനുഷ്യന്റെ വരവോടെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് കവിതയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൂമിയിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടായി. അമരാവതിയും അളകാപുരിയും മധുരയും പോലെ സമ്പന്നവും ഐശ്വര്യപൂർണവുമായ മനുഷ്യനിർമ്മിതികളുണ്ടായി. മനുഷ്യൻ വന്നപ്പോൾ ഭൂമി അനശ്വരയായി എന്നും മണ്ണിലെ ജീവിത ഖനികളിൽ മുഴുവൻ പൊന്നു വിളഞ്ഞു എന്നുമാണ് കവി പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ തൻ്റെ അധ്വാനം കൊണ്ട് ഭൂമിയെ സ്വർഗതുല്യമാക്കി. മനുഷ്യൻ ഭൂമിയിൽ നിർമ്മിച്ചതെല്ലാം അവൻ്റെ ഭാവനയും കഴിവും കൊണ്ടാണ്. എല്ലാ ഐശ്വര്യങ്ങളും ഭൂമിയിലുണ്ടായത് മനുഷ്യൻ വന്നതോടെയാണ്. കല, സാഹിത്യം, ശാസ്ത്രം എന്നീ മേഖലകളിൽ മനുഷ്യനുണ്ടാക്കിയ പുരോഗതിയാണ് കവി ഇവിടെ പറയുന്നത്. ഭൂമി സനാഥയാണ് എന്ന കവിതയുടെ അർത്ഥം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.